ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതിലെ ബുള്ളറ്റ് കൊണ്ട് നീ ആരെയാ തീർത്തത്? ഒരസ്ഥികൂടം കണ്ടെത്തിയ കഥ ഞാനും കേട്ടു. നിന്റെ കാണാതെ പോയൊരമ്മാവന്റെ. ആ അസ്ഥികൂടത്തിന്റെ കൈപ്പത്തിയിലും ഒരു ബുള്ളറ്റ് തറച്ചിരുന്നു അല്ലേ? എനിക്ക് ഒരുപാട് വിലയുള്ള മുതലാ അത്. ഞാൻ ഒന്ന് പോയിട്ട് അല്ല, കഴിച്ചില്ലല്ലോ. അതൊക്കെ വന്നിട്ടാവാലോ. അളിയാ, എടുത്ത് കഴിച്ചോണേ. നല്ല ടേസ്റ്റ് അല്ല. പോട്ടെ. ഗൗരിമോളെ രക്ഷിച്ചതിന്റെ പൊങ്ങച്ചോ പറഞ്ഞിട്ട് പോയത്. അത് സത്യമല്ലേ അമ്മ? രാജീവല്ലാതെ മറ്റേതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നെങ്കിൽ മോളുടെ അവസ്ഥ എന്താകുമായിരുന്നു? കോടതിയിൽ കുട്ടികളുടെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയും. പക്ഷെ അപ്പോഴേക്കും നാണം കിടാനുള്ളത് മുഴുവൻ നാണം കിടും. ചിലപ്പോൾ കുറച്ച് ദിവസം മോളെ ജുവനൽ ഹോമിൽ താമസിപ്പിക്കേണ്ടി വന്നേനെ. പത്രത്തിലൊക്കെ വാർത്ത വന്നാൽ പിന്നെ മോക്ക് സ്കൂളിൽ പോകാൻ പറ്റാതാവും. എന്തായാലും അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടില്ലേ. രാജീവിന്റെ മുമ്പിൽ നാണം കെട്ട് നിൽക്കേണ്ടി വന്നു. സാരമില്ല. എന്റെ മോളേക്കാ വലുതല്ല അച്ഛനൊരു അഭിമാനവും. ആരുടെ കാല് പിടിച്ചിട്ടായാലും എന്റെ മോളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. രാജീവ് നമുക്ക് അന്യനല്ലല്ലോ. അവനെ കൊണ്ട് ഈ വീടിന് എങ്ങനെയെങ്കിലും ഒരു ഗുണം കിട്ടിയല്ലോ, അത് മതി. ഇതിന്റെ പേരിലായിരിക്കും ഇനി നിന്നെ ഊറ്റാൻ പോകുന്നത്. ഇതുപോലൊരു പിറന്നാൾ സദ്യ ഞാൻ എന്റെ ലൈഫിൽ കഴിച്ചിട്ടില്ല. അമ്മയുടെ പായസം ഒരു രക്ഷയില്ല. എന്തൊരു ടേസ്റ്റാ. അമ്മയുടെ കൈ കൊണ്ട് എന്തുണ്ടാക്കിയാലും അതിനൊക്കെ നല്ല രുചിയാ. അതുകൊണ്ടല്ലേ പഴങ്കഞ്ഞിക്കട ഇത്ര പെട്ടെന്ന് ഹിറ്റ് ആയത്. അല്ല, അതിന്റെ കാര്യം എന്തായി? കട വീണ്ടും തുടങ്ങണ്ടേ? തുടങ്ങാൻ ഞങ്ങൾ പറഞ്ഞതാ, പക്ഷേ ആന്റി സമ്മതിക്കുന്നില്ല. അമ്മേ, കട തുടങ്ങാതിരിക്കുന്നത് നമ്മൾ തോറ്റുപോയതിന് തുല്യമല്ലേ? നമ്മുടെ ലൈസൻസ് റദ്ദാക്കിയതെല്ലാം തിരിച്ചു തരാൻ കോടതി ഉത്തരവിട്ടിട്ടുണ്ടല്ലോ. പിന്നെന്താ? എല്ലാം ഞങ്ങൾ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞതാ, പക്ഷേ അമ്മയ്ക്ക് താല്പര്യമില്ല. അതല്ല മോളെ, ആഹാരം നമ്മൾ വെറുതെ ഉണ്ടാക്കുന്നതല്ലോ, മനസ്സ് നിറഞ്ഞുണ്ടാക്കുന്നതാ. ഞാനുണ്ടാക്കിയ പഴങ്കഞ്ഞി കുടിച്ച് ഒരാൾ മരിച്ചു. അന്നത്തെ ബഹളവും പോലീസും കോടതിയും ഒന്നും എന്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഇന്ന് വരെ അമ്മ വീട്ടിൽ പഴങ്കഞ്ഞി ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഒരു ദിവസം എനിക്കുണ്ടാക്കി തരണം. മോള് പറഞ്ഞാ മതി, അമ്മ എപ്പ വേണമെങ്കിലും റെഡിയാക്കി തരാം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. എല്ലാരോടും ഒരുപാട് നന്ദിയുണ്ട്. ഈ സ്നേഹം ഞാൻ ഒരിക്കലും മറക്കില്ല. മോളെ, എന്തൊക്കെ തന്നാലും മോളോടുള്ള കടം വീട്ടാൻ ഈ ജന്മത്തിൽ ഞങ്ങൾക്ക് പറ്റത്തില്ല. ഇപ്പൊ ഈ വീട്ടിൽ ഞങ്ങൾ അനുഭവിക്കുന്ന സന്തോഷത്തിനെല്ലാം കാരണം മോള്. ദൈവത്തെ പോലെ മോള് ഞങ്ങളെ രണ്ടുപേരെയും രക്ഷിച്ചത്. ആ കട ഞങ്ങൾ എങ്ങനെയാ വീട്ടുക? അമ്മ സെൻഡി ആയല്ലോ. എന്നാ ശരിയമ്മേ, പിന്നെ കാണാം. സച്ചി, പോവാം. പോട്ടെ. ശരി. ടാറ്റാ.
നല്ലൊരു മോള അല്ലേ? വിളിച്ച നീ എന്നെ അങ്ങ് മൂക്കിക്കേറ്റോ? പോലീസ് സ്റ്റേഷനിൽ കയറി വേല ഇറക്കിയാലുണ്ടല്ലോ, ഇടിച്ച് നിന്റെ അടിവാര് കലക്കും. ശരി സാർ. ഇല്ല സാർ, ചോദ്യം ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ശരി സാർ, ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും. ഓക്കെ സാർ. കേട്ടില്ലേ? SP-യാ നിന്നെ ഇന്ന് തന്നെ റിമാൻഡ് ചെയ്ത് ജയിലിൽ അടയ്ക്കണമെന്ന്. നിന്നോട് എല്ലാവർക്കും വലിയ സ്നേഹമാണല്ലോ. എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം വേണം. അപ്പൊ നിനക്ക് മര്യാദയ്ക്ക് സംസാരിക്കാനൊക്കെ അറിയാം അല്ലടി? പ്രഭേ, നീ പറഞ്ഞ ക്ലബിലൊക്കെ ഞാൻ അന്വേഷിച്ചു. നീ അവിടെ പോയിട്ടില്ല. കള്ളം പറയുമ്പോ നോക്കിയൊക്കെ പറയണ്ടേ? പറയടി, ഇതിലെ ആദ്യത്തെ ബുള്ളറ്റ് എന്ത് ചെയ്തു? ഇതിലെ ബുള്ളറ്റ് കൊണ്ട് നീ ആരെയാ തീർത്തത്? ഒരസ്ഥികൂടം കണ്ടെത്തിയ കഥ ഞാനും കേട്ടു. നിന്റെ കാണാതെ പോയൊരമ്മാവന്റെ. ആ അസ്ഥികൂടത്തിന്റെ കൈപ്പത്തിയിലും ഒരു ബുള്ളറ്റ് തറച്ചിരുന്നു അല്ലേ? ബാലിസ്റ്റിക് എക്സ്പെർട്ടിന്റെ റിപ്പോർട്ട് വരട്ടെ, അപ്പൊ അറിയാം അത് തന്നെയാണോ ഇതെന്ന്. എനിക്കറിയില്ല ഇതൊന്നും. ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഒരു ബുള്ളറ്റ് എനിക്ക് നഷ്ടപ്പെട്ടു. അത് എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. സർ, താൻ എന്താ ഈ കാണിച്ചേ? തന്നോട് ഇവർ അറസ്റ്റ് ചെയ്യാൻ ആരാ പറഞ്ഞത്? സർ, അത് പിന്നെ കളക്ടറുടെ ഉത്തരവ് SP പ്രത്യേകം വിളിച്ചിരുന്നു. അതൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം. ഹാൻഡ് കഫിന്റെ കീയോടെ സർ, അത് പോയി എടുത്തോണ്ടാ. ശരി സർ.